സനാഉള്ള അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ ദർസ് ഓഡിയോ നമ്പർ 21. സൂറത്തുൽ ബഖറ ആയത്തുകൾ 109 മുതൽ 121 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫൂ വസ്ഫഹൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين. بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون. بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. തഫ്സീർ അമൃത്സരി കാണാം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകാരിൽ വേദം നൽകപ്പെട്ടവരിൽ, അതായത് യഹൂദി നസാറാക്കൾ,
അവരിൽ അധിക പേരും ഇഷ്ടപ്പെടുന്നു. എന്താണ് അവർ ഇഷ്ടപ്പെടുന്നത്? ലൗ യറുദ്ദൂനക്കും, അവർക്ക് മടക്കിക്കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ എന്ന്. ലൗ യറുദ്ദൂന, അവർ മടക്കിക്കൊണ്ടുവരാക്കും നിങ്ങളെ. മിൻ ബഅദി ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം, നിങ്ങൾ സത്യവിശ്വാസം കൈക്കൊണ്ട ശേഷം നിങ്ങൾ അതിൽ നിന്ന് തിരിച്ച് അസത്യത്തിലേക്ക് പോകാൻ തിരിച്ച് മടക്കി കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കാൻ കൊതിക്കുകയാണ്. കുഫാറൻ, കാഫിര്യങ്ങളായിട്ട്. അതായത് യുസയ്യിറൂനക്കും കാഫിരീന, നിങ്ങളെ കാഫിറുകളാക്കാൻ, സത്യനിഷേധികളാക്കാൻ. ഹസദൻ, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അസൂയയാൽ. മഫ്ഊലൻ ലി അജ്ലിഹി, മഫ്ഊലൻ ലി അജ്ലാണ്, കാരണം വ്യക്തമാക്കുകയാണ്. എന്ത് കൊണ്ടാണ്? അസൂയ കൊണ്ട്. അസൂയാൽ. മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് സത്യം വ്യക്തമായ ശേഷം. ഫഅഫു വസ്ഫഹു, ഫഅഫു അതിനാൽ മാപ്പ് നൽകൂ, വസ്ഫഹു വിട്ടുവീഴ്ച ചെയ്യൂ. അതായത് ഉദ്ദേശിക്കുന്നത് അഅ്രിദു അൻഹും, അവരെ അവഗണിക്കുക എന്നർത്ഥം. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ തൊട്ട് നീ അവഗണിക്കുക, അവരെ തൊട്ട് തിരിഞ്ഞു കളയാന്ന്. സൂറത്തുൽ അഅറാഫ് 199-ാമത്തെ. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവൻ്റെ കൽപ്പനയുമായി വരുവോളം എന്ന്. ഐ യൻസുറക്കും വയുഇസ്സക്കും, അതായത് അവൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുള്ള സഹായവും അവൻ നിങ്ങളെ സഹായിക്കുകയും അതേപോലെ നിങ്ങൾക്ക് ഇസ്സത്തുണ്ടാക്കി തരികയും ചെയ്യുന്നത് വരെ എന്ന്. നിങ്ങൾക്ക് വിജയം വരുമെന്നതാണ്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹുവിൻ്റെ സഹായം വിജയവും വന്നെത്തിയാൽ. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സൂറത്തുൻ നസ്ർ 1-2 ആയത്തുകൾ. വറഅയ്ത അന്നാസ, ജനങ്ങളെ താങ്കൾ കാണുകയും ചെയ്താൽ, യദ്ഖുലൂന ഫീ ദീനില്ലാഹി, അല്ലാഹുവിൻ്റെ ദീനിൽ അവർ പ്രവേശിക്കുന്നതായിട്ട്, അഫ്വാജ കൂട്ടം കൂട്ടമായി എന്ന്. ഇനി വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, മറ്റൊരായത്ത് അൽ ഫുർഖാൻ 63-ാമത്തെ ആയത്ത്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന, ജാഹിലീങ്ങൾ, അവിവേകികൾ, അജ്ഞന്മാർ അവരോട് സംസാരിച്ചാൽ അവർ പറയും സലാമ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അവിവേകികളോട് സംസാരിക്കാൻ പോകില്ല എന്നതാണ്. അവരോട് സലാം പറഞ്ഞ് പിരിയും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ അഅ്രിദു അനിൽ ജാഹിലീൻ എന്ന് പറഞ്ഞത്. ജാഹിലീങ്ങളെ അവഗണിക്കുക എന്നുള്ളത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, എല്ലാത്തിനും മേലും ശക്തിയുള്ളവനാണ്. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله. وأقيموا الصلاة, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വാതു സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുക. വമാ തുഖദ്ദിമൂ ലിഅൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം നഫ്സുകൾക്ക് നിങ്ങൾ എന്ത് മുൻകൂട്ടി പ്രവർത്തിച്ചുവോ, മിൻ ഖൈറിൻ നന്മയിൽ നിന്ന്, തജിദൂഹു അതിനെ നിങ്ങൾക്ക് കണ്ടെത്താം, ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്ത്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, സൂറത്തു സൽസല 7-ാമത്തെ ആയത്ത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, ആരൊരുത്തൻ അണുമണിത്തൂക്കം പ്രവർത്തിച്ചുവോ, ഖൈറൻ നന്മയായത്, യറ അതിനവൻ കാണും എന്ന്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിശ്ചയം അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നവനാകുന്നു. ഫയുജാസീകും ബിഅമാലിക്കും, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അവൻ പ്രതിഫലം നൽകും എന്ന്. അടുത്ത ആയത്ത്. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസറ. വഖാലൂ, അവർ പറഞ്ഞു, അഹ്ലി കിതാബുകാർ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത, ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസറ, യഹൂദികൾ അല്ലെങ്കിൽ നസാറ അല്ലാത്തവർ അല്ലാതെ, അങ്ങനെയുള്ളവർ ഒഴികെ. അപ്പോൾ യഹൂദികൾ പറഞ്ഞു യഹൂദികൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ, നസാറാക്കൾ. അതായത് ഹുമുൽ മുസ്തഹിഖൂന ലഹ, അവർ സ്വർഗ്ഗത്തിന് അർഹരാണ് എന്നാണ് അവരുടെ വാദം. അലേ അയ്യാമരിൻകാനു, അവർ എന്ത് കർമ്മം പ്രവർത്തിച്ചാൽ, എന്ത് കർമ്മത്തിന്മേലായാലും. തിൽക അമാനിയുഹും, എന്നാൽ അല്ലാഹു പറയാണ് അത് അവരുടെ വ്യാമോഹമാണ്, മോഹമാണ്. ഐ മുതമന്ന അൻഫുസിഹിം, അത് തമന്നിയാണ് അവരുടെ, അതായത് ഒരു നടക്കാത്ത ആഗ്രഹം. അത് ലൈസ ലഹും അലൈഹ ദലീൽ, അതിന് അവർക്ക് തെളിവൊന്നുമില്ല. അലഹാദ, ഇതിന്മേൽ. ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ, ഖുൽ നബിയെ പറയാ, ഹാതു നിങ്ങൾ കൊണ്ടുവരൂ, ബുർഹാനക്കും നിങ്ങളുടെ തെളിവ്, ഇതിന്, ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണ്. ഇസ്മഉ ഹഖൽ അംരി, എന്നിട്ട് പറയാ, എന്നിട്ട് എന്താണ്, നിങ്ങൾ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം കേൾക്കൂ. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി, അല്ലാഹു പറയണേ ബല, എന്നാൽ എന്താണ് കാര്യം? അതെ,
മൻ അസ്ലമ ആരൊരുത്തൻ കീഴ്പ്പെട്ടുവോ മുസ്ലിമായോ അള്ളാഹുവിന് ഇങ്ങനെ വജ്ഹഹു അവൻ്റെ മുഖത്തെ അതായത് അവനെ തന്നെ ലില്ലാഹി അള്ളാഹുവിന് കീഴ്പ്പെടുത്തിക്കോ അതായത് ഐ ഫവ്വള അംറഹു ഇലല്ലാഹ് അള്ളാഹുവിൽ അവൻ്റെ കാര്യത്തെ ഏൽപ്പിച്ചു തഫ്വീദ് ഇലല്ലാഹ് ഫിസ്സറായി വദ്ദറായി ഫിസ്സറായി സന്തോഷാവസരത്തിലും വദ്ദറായി ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിലും ലിഖൗലിഹി തആല അങ്ങനെയുള്ള അതിന് തെളിവ് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനം വതബത്തൽ ഇലൈഹി തബ്തീല എന്ന് സൂറത്ത് മുസമ്മിൽ 8-ാമത്തെ ആയത്ത് അതായത് അള്ളാഹുവിന് ഒഴിഞ്ഞ് നിൽക്കുക അള്ളാഹുവിനായിട്ട് എന്ന അർത്ഥത്തിലാണ് വതബത്തൽ ഇലൈഹി തബ്തീല എന്ന് വഹുവ മുഹ്സിനുൻ അപ്പോൾ ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി ആരൊരുത്തൻ അവൻ്റെ വജ്ഹ് അതായത് അവനെ തന്നെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയോ വഹുവ മുഹ്സിനുൻ അവൻ സുഹൃതവാനായ നിലയിൽ ഐ ആമിലുൻ അലാ ഖൗലിഹി തആല ആമിലുൻ ഐ ആമിലുൻ അതായത് കർമ്മനിരതനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ അല ആമിലുൻ അല ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് എന്താണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله يحب من كان مختالا فخورا അതായത് വഅബ്ദു നിങ്ങൾ ആരാധിക്കൂ ഇബാദത്തു അല്ലാഹുവിനെ വലാ തുശ്രികൂ ബിഹി ഷൈഅ അവനെ നിങ്ങൾ ഒരു ഷിർക്കും ചെയ്യരുത് ഷിർക്ക് വെക്കരുത് വബിൽ വാലിദൈനി ഇഹ്സാന എന്നിട്ട് അല്ലാഹു കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക മുഹ്സിനുകളാകണം എന്നതാണ് ഗുണം ചെയ്യണം വബിദിൽ ഖുർബ അതേപോലെ ബന്ധുക്കൾ രക്തബന്ധുക്കൾക്കും ഗുണം ചെയ്യുക വൽ യതാമ യതീമുകൾക്കും വൽ മസാക്കീൻ പാവപ്പെട്ടവർക്ക് വൽ ജാരി ദിൽ ഖുർബ അടുത്ത അയൽവക്കക്കാർക്ക് വൽ ജാരിൽ ജുനുബി അകന്ന അയൽവക്കക്കാർക്കും അതായത് ബന്ധുത്വം കൊണ്ടോ സാമീപ്യം കൊണ്ടൊക്കെ വസ്വാഹിബി ബിൽ ജംബി പാർശ്വത്തിലുള്ള കൂട്ടുകാരനും അടുത്ത കൂട്ടുകാരന് വബിൻ സബീൽ വഴി യാത്രക്കാരനും വമാ മലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തുന്നവർക്കും നിങ്ങളുടെ കീഴിലുള്ള ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ പൊങ്ങച്ചക്കാരനെ ധിക്കാരിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത് وبلا من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون ഫലഹു അങ്ങനെയുള്ളവനുണ്ട് അജുർഹു അവൻ്റെ പ്രതിഫലം അൻദ റബ്ബി അവൻ്റെ റബ്ബിങ്കൽ വലാ ഖൗഫുൻ അലൈഹിം അവൻ്റെ മേൽ ഭയക്കാനില്ല വലാ ഹും യഹ്സനൂൻ അവർ ഭയക്കേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതുമില്ല ലിഅന്നഹും ലാ യഫൂതുഹും ഷൈഉം മിൻ ഹുസ്നി അമാലിഹിം കാരണം അവരുടെ സൽക്കർമ്മങ്ങളിൽ ഒന്നും ഫൗത്താവില്ല നഷ്ടപ്പെടില്ല നേരെ മറിച്ച് ഷിർക്കുള്ളവർ വിശ്വാസം അഖീദ തൗഹീദ് അത് ശരിയാക്കാത്തവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലുകളൊക്കെ ഹബാ മൻസൂറ എന്താണ് വെറും ധൂളികളായി പോകും സൽക്കർമ്മം ചെയ്താൽ പോലും لقوله تعالى الله تعالى وجل تلوي وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين وإن كان مثقال حبة من خردل ഒരു കടുകുമണി തൂക്കം ഭാരമെങ്കിലും അത് ഉണ്ടെങ്കിലും നന്മ ഉണ്ടെങ്കിലും അതൈനാബിഹ അതുകൊണ്ട് നാം കൊണ്ടുവരും വകഫാ ബിനാ ഹസ്ബീൻ വിചാരണ ചെയ്യുന്നതായി നാം മാത്രം മതി എന്ന് സൂറത്തുൽ അംബിയ 47-ാമത്തെ ആയത്ത് വഖാലത്തിൽ യഹൂദു ലൈസത്തി നസ്വാറ അലാ ഷൈഇൻ യഹൂദികൾ പറഞ്ഞു നസാറാക്കൾ ചുക്കുമല്ല നസാറാക്കൾ ഒന്നിലുമില്ല എന്ന് ഇന്നല്ലാഹ ഹുവൽ മസീഹു എന്നവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരെപ്പറ്റി അങ്ങനെ പറഞ്ഞത് അള്ളാഹു മസീഹാണെന്ന് പറഞ്ഞവർ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ നസാറാക്കൾ പറഞ്ഞു യഹൂദികൾ ഒന്നിനും കൊള്ളൂല അവർ ഒന്നിലുമില്ല എന്ന് വഹും യത്ലൂനൽ കിതാബ് അവർ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ തൗറാത്താണ് അവരുടെ വേദഗ്രന്ഥം യഹൂദികൾ പറയുന്നത് അപ്രകാരം അറിവില്ലാത്തവർ പറഞ്ഞു ഐ അൽ ജുഹാലുൽ മുശ്രിക്കൂൻ മുശ്രിക്കിങ്ങൾ ആയിട്ടുള്ള ജാഹിലിങ്ങൾ ബഹുദൈവവിശ്വാസികൾ മിസ്ല ഖൗലിഹിം അവരുടെ പിന്നെ വാക്ക് പോലെ തന്നെ ഐ മിസ്ല ഖൗലി അഹ്ലിൽ കിതാബി ഫി നഫിൽ ഹഖ് അലൽ ഗയ്യ് അപ്പോൾ സത്യം നിഷേധിക്കുന്ന വിഷയത്തിൽ അഹ്ലി കിതാബുകാരെ പോലെ തന്നെയാണ് അവരുടെ വാക്കും മുശ്രിക്കുകൾ ബഹുദൈവവിശ്വാസികൾ മക്കയിലെ فهو أطوف بيان لكذلك أن أطوف بيان كبرا فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون والله أقول الله يحكم بينهم أمر البتكون في يوم القيامة قيامة النار فيما كانوا فيه يختلفون أمر بهن بشرة العيدكم بشيء الله بدكم في الله وأحكامه الله من بشيء من بتكل بشيء ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها ഒമൻ അദുലമു ആരൊരുത്തനാണ്
കൂടുതൽ അക്രമിയായിട്ടുള്ളവൻ മിമ്മൻ മനഅ മസാജിദുല്ലാഹ് അല്ലാഹുവിൻ്റെ മസ്ജിദുകൾ തടഞ്ഞവനേക്കാൾ അയ്യുദ്കറ അവിടെ സ്മരിക്കപ്പെടുന്നത് തടഞ്ഞതിനേക്കാൾ ഫിഹ അതിൽ, അതായത് ആ മസ്ജിദിൽ, ഇസ്മുഹു അവൻ്റെ നാമത്തെ, അള്ളാഹുവിൻ്റെ നാമം, വസഅ ഫി ഖറാബിഹ അതിൻ്റെ ശൂന്യതയിൽ, അത് ഇബാദത്തിൽ നിന്നും ശൂന്യമാകുന്നതിൽ, നാശപ്പെടുന്നതിൽ ഒക്കെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചവരും അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഇവിടെ നാം ചിന്തിക്കണം. ഇവിടെ ചില മസ്ജിദുകളിലൊക്കെ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കുത്തുബിയത്ത് അടക്കുക, വിളക്ക് ഊതിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കുത്തുബിയത്ത് യാ ഷെയ്ഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഅന്നൽ മസാജിദ ലില്ലാഹി വലാ തദ്ഉ മഅ അല്ലാഹി അബദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെ കൂടാതെ ഉള്ളവരാണ് വിളിക്കരുത്. അല്ലാത്തടത്തും അള്ളാഹുവിനോട് അല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. മസ്ജിദുകൾ അതിനായിട്ടുണ്ടാക്കിയത് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുക. മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് ആവശ്യങ്ങൾ തേടുക. അവൻ മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തേടുക, പ്രാർത്ഥിക്കുക. യാ ഷെയ്ഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല അവിടെ നിസ്കരിക്കാൻ, അല്ലാഹു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സത്യവിശ്വാസികൾ തടയുക. എന്ത്? നിങ്ങൾ അപ്പുറത്ത് പോയി നിസ്കരിച്ചോളി, അല്ലെങ്കിൽ താഴെ വരാൻ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞിട്ട് മെയിൻ റൂം പള്ളിയുടെ അകം തുറന്ന് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ബിമൻ ഇൽ മുസല്ലീൻ അലിഹ നിസ്കരിക്കാൻ വരുന്നവരെ തടയുന്നത് കൊണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ തൊട്ട് തടയാന്ന്. അവർ അതിൽ പ്രവേശിക്കുന്നവരല്ല ഭയചകിതരായിട്ടല്ലാതെ. അല ഉൽമിഹിം അവരുടെ ദുൽമ കാരണം, അക്രമം കാരണം. ലഹും ഫിദ്ദുനിയാ ഖിസ്യും വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്ക് ഈ ദുനിയാവിൽ തന്നെ ഖിസി, നിന്ദതയുണ്ട്. അവർക്ക് പരലോകത്താകട്ടെ ഗൗരവതരമായ കഠിനമായ ശിക്ഷയുണ്ട് എന്ന്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലൂ. വലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് അൽ മശ്രിഖു പൂർവ്വദിക്കും, വൽ മഗ്രിബു പശ്ചിമദിക്കും, പടിഞ്ഞാറും കിഴക്കും പടിഞ്ഞാറും. ഫഅയ്നമാ തുവല്ലൂ അപ്പോൾ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും, അതായത് വഖത്ത ദുആഇ ദുആഇൻ്റെ സമയത്ത്, ഔ വഖത്ത സ്വലാത്തി അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്താണ്? ഇൻദ അദ്മിൽ ഇൽമി ബിജിഹത്തിൽ കഅബ കഅബയുടെ ജിഹ ഭാഗം ഏത് എന്ന് അറിയാത്ത സമയത്ത് നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാലും ഈ ഖൗലിഹി തആല അല്ലാഹു തആലാന്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത്? ഫവല്ലു വുജൂഹക്കും ഷത്റഹ് നിങ്ങൾ അതിൻ്റെ നേരെ തിരിയൂ എന്ന്. അപ്പോൾ എവിടേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാലും അവിടെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവും ഖുദ്റത്തും ഒക്കെ കൊണ്ട് അവൻ നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട് എവിടെയാണെങ്കിൽ. ഫസമ്മ വജ്ഹുല്ലാഹ് അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. അതായത് ഐ തജിദു തവജ്ജഹു സുബ്ഹാനഹു വ തആല ബിൽ ഖബൂൽ, അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹു വിശാലനും സർവജ്ഞനും ആകുന്നു. യഅലമു മാ ഫി അൻഫുസികും നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അവൻ അറിയും. വഖാലു ഇത്തഖദല്ലാഹു വലദ അവർ പറഞ്ഞു അള്ളാഹു കുഞ്ഞിനെ സ്വീകരിച്ചിരിക്കുന്നു, കുട്ടിയെ സ്വീകരിച്ചു, മകനെ സ്വീകരിച്ചു എന്ന്. ഐ അൽ മുശ്രികൂന വൻ നസാറ ബഅദു ഫിറഖിൽ യഹൂദി. അത് മുശ്രിക്കുകളും ഈ വാദം പറഞ്ഞു, ബഹുദൈവിശ്വാസികൾ നസാറാക്കൾ പറഞ്ഞു, അതേപോലെ യഹൂദികളിലെ ചില വിഭാഗങ്ങളും പറഞ്ഞു എന്ന്. സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. സുബ്ഹാനഹു അവൻ പരിശുദ്ധനാണ്, അവന് കുഞ്ഞുണ്ടാകുന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. ബൽ പക്ഷേ എന്നാൽ ലഹു അവനുള്ളതാണ് മാ ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ. മുൽക്കൻ വ ഖൽഖ അതൊക്കെ അവൻ്റെ മുൽക്കിലുള്ളതാണ്, അവൻ്റെ പടപ്പാണ് എല്ലാം. സൃഷ്ടിപ്പിനാലും അധികാരത്താലും അല്ലെങ്കിൽ ഓണർഷിപ്പ്. ലിഖൗലിഹി തആല അല്ലാഹു തആലാന്റെ വചനം തെളിവ്. ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. അർ-റഅദ് 16-ാമത്തെ ആയത്ത്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവൻ ഏകനാണ്, ഒരുവനാണ്, സർവാധിപതിയാണ്. കുല്ലുൻ ലഹു ഖാനിതൂൻ എല്ലാം അവന് കീഴ്പ്പെടുന്നവരാണ്. ബദിഉസ് സമാവാതി വൽ അർദ് ആകാശങ്ങളും ഭൂമിയും പുതുതായി ഉണ്ടാക്കിയവൻ. അതായത് ഐ ഖാലിഖുഹുമാ ബിലാ മിസാലിൻ സാബിഖ് ഒരു മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അത് രണ്ടിനെയും, ആകാശങ്ങളെയും ഭൂമിയെയും. വഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ. വഇദാ ഖളാ അംറൻ അവൻ ഒരു കാര്യം വിധിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു അതിനോട് അവൻ പറയും കുൻ ഉണ്ടാവുക എന്ന്. അത് മൗജൂദ, കുൻ മൗജൂദ നീ ഉണ്ടാവുക എന്ന്. ഫയകൂൻ അപ്പോൾ അതുണ്ടാവും, അതായത് മൗജൂദ അതപ്പം ഉണ്ടായതാവും. ഖാല അല്ലദീന ലാ യഅലമൂൻ അറിവില്ലാത്തവർ പറഞ്ഞു, ഐ അജ്ഹാലുൽ മുശ്രികൂൻ ബഹുദൈവിശ്വാസികളായിട്ടുള്ള ജാഹിലീങ്ങൾ പറഞ്ഞു, ലൗലാ യുകല്ലിമുന അല്ലാഹ് എന്തുകൊണ്ട് ഞങ്ങളോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നില്ല, ബിനഫ്സി അവൻ നേരിട്ട്, ഔ തഅതീനായ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ദൃഷ്ടാന്തം നേർക്ക് നേരെ വരുന്നില്ല. ഐ ഇൻ കല്ലംന അല്ലാഹു തആല ഫീ ഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നബിയ്യുൻ ഔ യുദ്ഹിറു അലാ
ഐദീന മുഅജ്ജത്തുൻ ഇഖ്തറഅനഹാ നുസദ്ദിഖുഹു. അതായത് ഞങ്ങളോട് അള്ളാഹു നേരിട്ട് വന്നിട്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ നബിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ ഒരു ദൃഷ്ടാന്തം ഞങ്ങളുടെ കൈക്ക് കാണിച്ചു തരണം എന്നതാണ്. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, വഇദാ ജാഅതുഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. അൻആം 124. വഇദാ ജാഅതുഹും ആയ, അവർക്കൊരു ദൃഷ്ടാന്തം വന്നെത്തിയാൽ ഖാലൂ, അവർ പറയും, ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഒരിക്കലും വിശ്വസിക്കുകയില്ല, ഹത്താ നുഅ്താ, ഞങ്ങൾക്ക് നൽകപ്പെടുന്നതുവരെ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്ക് ദൂതന്മാർക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെടുന്നതുവരെ. അള്ളാഹു, എന്നാൽ അള്ളാഹു പറയണം, അള്ളാഹു അഅലമു, അള്ളാഹു ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്, ഹൈസു യജ്അലു റിസാലത, അവൻ്റെ റിസാലത്ത് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, ഏത് വിധം എന്നത് അവനറിയാം, അത് അവൻ അപ്രകാരം ചെയ്യും. അൻആം 124. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. ഖാലൂ, അവർ പറഞ്ഞു, ലൻ നുഅ്മിന ലക, ഒരിക്കലും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ, നീ ഞങ്ങൾക്ക് പൊട്ടിപ്പുറപ്പെടിച്ച് തരുന്നത് വരെ, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, യംബുഅ, ഒരു ഉറവിടം. ഇസ്രാ 90. കദാലിക ഖാല അല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം, അവരുടെ വാക്ക് പോലെ മുമ്പുള്ളവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹൈതു ഖാലു, അവർ പറയുന്നത് പോലെ, അരിന അല്ലാഹ ജഹറത്തൻ, ഞങ്ങൾക്ക് പരസ്യമായിട്ട് നേരെ അങ്ങോട്ട് കാണിച്ചത അള്ളാഹുവിനെ എന്ന്. കദാലിക പ്രകാരം, തശാബഹത ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സദൃശമായിരിക്കുന്നു, ഫി സൈഗി, വഴിവിടക്കുന്ന വിഷയത്തിൽ, ഖദ് ബയ്യനാ, നാം വിവരിച്ചു കൊടുത്തിരിക്കുന്നു, അൽഹറന, നാം വ്യക്തമാക്കി വെളിവാക്കി, അൽ ആയാതി ലിഖൗമി യുഖിനൂൻ, ദൃഷ്ടാന്തങ്ങളെ വെളിവാക്കി, ലിഖൗമി യുഖിനൂൻ, ദൃഢവിശ്വാസമുള്ളവർക്ക്, ഐ മൻ കാന അലാ ഈഖാനിൽ ഹഖി ലാ മൻ കാന ജാഹിദൻ കുല്ലൽ ജുഹൂദ്, എല്ലാം സമ്പൂർണ്ണമായി നിഷേധിക്കുന്ന അല്ല, ഹഖ് ഇഖാനാക്കുന്നവർ, മുഖിനീങ്ങൾക്ക്, ദൃഢബുദ്ധിയുള്ളവർക്ക്. ഖൗലിഹി തആല, അല്ലാഹു തആല വചനം തെളിവ്, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസം ഔ ഹുവ ഷഹീദ്. ഇന്ന ഫീ ദാലിക, നിശ്ചയത്തിലുണ്ട്, ലദിക്റാ, ഉത്ബോധനമുണ്ട്, ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവനാണ്, ഹൃദയം കുറിച്ച് ചിന്തിക്കണം, ഔ അൽഖസം, അല്ലെങ്കിൽ ശരിക്ക് ചെവി കൊടുത്ത് കേൾക്കുന്നവൻ, വഹുവ ഷഹീദ്, അതിന് അവൻ സാക്ഷിയായ അവസ്ഥയിൽ. ഖാഫ് 37. ഇന്ന അർസൽനാക, നിശ്ചയം നാം താങ്കളെ അയച്ചിരിക്കുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ബിൽ ഹഖ് ബശീറൻ വനദീറ, സത്യം കൊണ്ട് ബഷീറ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും, വനദീറ, മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടും. ഹാലം മിനൽ ദബീർ, ഹാലാന്നർത്ഥം, മൻസൂബ് നിസ്ബാക്കപ്പെട്ട. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം, നരകക്കാരെ കുറിച്ച് താങ്കളോട് ചോദ്യം ചോദിക്കപ്പെടുകയില്ല എന്ന്. അതായത് ലിമ ദഖലു അന്നാർ, അവരെന്തുകൊണ്ട് നരകത്ത് പ്രവേശിച്ചു താങ്കളോട് ചോദിക്കില്ല. ലി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്, നിശ്ചയം താങ്കൾക്ക് മേൽ ബാധ്യതയുള്ളത് പ്രബോധനം എത്തിക്കൽ മാത്രമാണ്, നമുക്കാണ് ഹിസാബിൻ്റെ ബാധ്യത. ഹിസാബ് നമ്മൾ നോക്കിക്കോളും, വിചാരണ. അർ-റഅദ് 40. വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ, താങ്കളെ സംബന്ധിച്ച് യഹൂദികളും നസാറാക്കളും തൃപ്തിപ്പെടുകയില്ല. എന്ത്? അമ്രദ്ദീൻ, ദീനിൻ്റെ കാര്യം. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ വഴി, ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ വഴി, അവരുടെ മില്ലത്ത്, അവരുടെ ദീൻ താങ്കൾ സ്വീകരിക്കുന്നത് വരെ. ഖുൽ, നബിയെ പറയാ, ഇന്ന ഹുദല്ലാഹ്, നിശ്ചയം അല്ലാഹുവിൻ്റെ ഹുദ, അല്ലദീ ഹദാന, അതായത് ഞങ്ങളെ അള്ളാഹു മാർഗദർശനം ചെയ്തിരിക്കുന്ന ആ ഹുദ, ഹുവൽ ഹുദ, അതാണ് യഥാർത്ഥ സന്മാർഗം. വല ഇനി തബഅത, നിശ്ചയം താങ്കൾ ഇനി എങ്ങാണ്ടും പിൻപറ്റിയാൽ, അങ്ങനെ പിൻപറ്റുമെന്നല്ല, പിൻപറ്റിയാൽ ഖൗമൻ, ഒരു സമൂഹത്തെ, അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, താങ്കൾ ഇൽമ്, അറിവ്, വ്യക്തമായ അറിവ് വന്നെത്തിയ ശേഷം അവരുടെ ആ യഹൂദി നസാറാക്കളുടെ ദേഹച്ചകളെ താങ്കൾ പിൻപറ്റിയാൽ, അതായത് ജാഅക മിനൽ ഇൽം എന്ന് പറഞ്ഞാൽ ബിൽ വഹി കൊണ്ടുള്ള ഇൽമ് താങ്കൾക്ക് വന്ന ശേഷം, മാലക മിൻ അദാബില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, മാലക മിൻ അല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ എന്ന് പറഞ്ഞാൽ മാലക മിൻ അദാബില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൻ്റെ അദാബ്, ശിക്ഷയിൽ നിന്ന് താങ്കളെ രക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയുമില്ല, ഒരു സഹായിയും ഉണ്ടാവുകയില്ല. താങ്കൾ അവരുടെ ഹവകളെ പിൻപറ്റിയാൽ താങ്കൾക്ക് വ്യക്തമായി വഹീൻ്റെ അടിസ്ഥാനത്തിൽ അറിവ് വന്നെത്തിയ ശേഷം എന്ന്. യൻസുറുക വയംനഉക മിനൽ അദാബ്, അതായത് താങ്കളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തടയുകയോ സഹായിക്കുകയോ ചെയ്യുന്ന ആരുമില്ല എന്ന്.
ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. യൂനുസ് 107 ആയത്ത്. അല്ലാഹു താങ്കൾക്ക് ഒരു ഉപദ്രവം ഏൽപ്പിച്ചാൽ, വിഷമം ഏൽപ്പിച്ചാൽ അത് തുറവടിയാക്കുന്ന ആരുമില്ല അവനല്ലാതെ, അവന് മാത്രമേ ആ ഉപദ്രവം ഇല്ലാതാക്കാനാവൂ. ഇനി പറയാണ് അല്ലദീന ആതൈനാഹുൽ കിതാബ, നാം വേദം നൽകിയവർ, ഖുർആൻ നൽകപ്പെട്ടവരാണെങ്കിലും സബൂർ ഏത് വേദമാണെങ്കിലും അത് അൽ മൗസൂല് മുബ്തദി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നഹവിയായ കാര്യങ്ങൾ യത്ലൂനഹു ഹഖ്ഖ തിലാവതി, അതിനെ അവർ യഥാവിധി പാരായണം ചെയ്യുകയും ചെയ്തു. യഖറഊനഹു ബിൽ ഖുദൂഇ വൽ ഖുശൂ, ഭയഭക്തിയോടുകൂടി അത് പാരായണം ചെയ്തു. വയതദബ്ബറൂന ആയാതി, അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ഉറ്റാലോചിച്ചു ചിന്തിച്ചു. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, അതായത് നാം ഇറക്കിയ വേദഗ്രന്ഥം ഇലൈക, താങ്കളിലേക്ക്, മുബാറക്കുൻ അനുഗ്രഹീതമായ, ലിയദബ്ബറു ആയാതിഹി അതിൻ്റെ ആയത്തുകൾ താങ്കൾ അവർ ഉറ്റാലോചിക്കാൻ, വലിയതദക്കറ ഉലുൽ അൽബാബ് ലുബ്ബുള്ളവരെ, ബുദ്ധിയുള്ളവരെ, ചിന്തയുള്ളവരെ അത് ഉത്ബോധനം ചെയ്യുന്നതിനും. സ്വാദ് 29 ആയത്ത്. ഇനി ഉലൈക യുഅ്മിനൂന ബിഹി, അപ്പോൾ അങ്ങനെ വേദം നൽകിയിട്ട് അതനുസരിച്ച് ജീവിച്ചവർ, അത് യഥാവിധി പാരായണം ചെയ്ത് അത് അനുസരിച്ച് ജീവിച്ചവർ, ഉലൈക അക്കൂട്ടർ യുഅ്മിനൂന ബിഹി അതിൽ വിശ്വസിക്കുന്നവരാണ് എന്ന്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ എന്ന് അള്ളാഹു പറഞ്ഞത് പോലെ ഖൈറിലേക്ക് നയിക്കുന്ന ക്ഷണിക്കുന്ന ഒരു കൂട്ടർ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരൊരുത്തൻ അത് നിഷേധിക്കുന്നുവോ അക്കൂട്ടർ പരാജിതരാണ് എന്ന്. ഫിൽ ആഖിറത്തി, പരലോകത്ത്, ലിഖുസ്റാനി ആഖിബതിഹിം, അവരുടെ അന്ത്യം പരാജയം ആയതിനാൽ. അള്ളാഹുവിൻ്റെ വചനം തെളിവ് യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, സത്യനിഷേധി പരലോകത്ത് വെച്ച് പറയുന്ന, എൻ്റെ കഷ്ടമേ, ഞാൻ ഇന്നാലിന്നവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, അതായത് ഈ ദിക്ർ, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ തൊട്ട് എന്നെ അവൻ വഴിപഠിപ്പിച്ചു, എനിക്ക് അറിവ് വന്നെത്തിയ ശേഷം ഷൈത്താൻ മനുഷ്യർക്ക് ഖദൂലാണ് എന്ന്. അൽ ഫുർഖാൻ 28-29 ആയത്തുകൾ.